നമസ്കാരം. S4 വിസ്മയത്തിലേക്ക് സ്വാഗതം. ഒരു പിതാവിൻ്റെ മരണമാണ് ഇന്ന് ഏറെ ദുഃഖിപ്പിച്ചത്. മഞ്ചേരി ചീരങ്കാവിൽ ശങ്കര നാരായണൻ എന്ന പിതാവിൻ്റെ മരണം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വീട്ടിലായിരുന്നു ശങ്കരനാരായണൻ മരണപ്പെട്ടത്. എന്തുകൊണ്ടാണ് ശങ്കരനാരായണൻ്റെ മരണം ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടാൻ ഇടയാക്കിയത്? തൻ്റെ മകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതിയെ വെടിവെച്ച് കൊന്നുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഞാനാണ് അവനെ കൊന്നത് എന്ന് ധീരമായി പറഞ്ഞ, അങ്ങനെ സംസ്ഥാന ശ്രദ്ധയാകർഷിച്ച വ്യക്തിയായിരുന്നു ശങ്കര നാരായണൻ. 2001 ഫെബ്രുവരി 9 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ശങ്കര നാരായണന്റെ മകൾ കൃഷ്ണപ്രിയ കൊല്ലപ്പെടുന്നത്. കൃഷ്ണപ്രിയ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴി അയൽവാസിയും ചാരങ്കാവ് സ്വദേശിയുമായ മുഹമ്മദ് കോയ എന്ന 24-കാരനാണ് കൃഷ്ണപ്രിയയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലായ മുഹമ്മദ് കോയ ജാമ്യത്തിലിറങ്ങിയപ്പോൾ 2002 ജൂലൈ 27 ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മുഹമ്മദ് കോയയെ വെടിവെച്ച് കൊന്ന ശേഷം ശങ്കരനാരായണൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് വിവരം പറഞ്ഞു. പിന്നീട് മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റ് രണ്ടുപേരെയും കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. പക്ഷേ കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഈ കേസിന് തെളിവുകൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഇവരെ വെറുതെ വിടുകയായിരുന്നു. ക്രിമിനൽ സ്വഭാവമുള്ള മുഹമ്മദ് കോയയെ വധിച്ചത് ശങ്കരനാരായണൻ തന്നെയാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നും, ഈ ക്രിമിനൽ സ്വഭാവമുള്ള മുഹമ്മദ് കോയയ്ക്ക് മറ്റ് ശത്രുക്കൾ ഉണ്ടാകാം എന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കന്നുകാലികളെ വളർത്തിയായിരുന്നു ശങ്കരനാരായണൻ ജീവിച്ചിരുന്നത്. കൃഷ്ണപ്രിയയുടെ മരണശേഷം മകളോടൊപ്പം കിടന്നിരുന്ന കിടക്കയിൽ പിന്നീട് ഒരിക്കലും ശങ്കരനാരായണൻ ഉറങ്ങിയിട്ടില്ല. ഒരു ദിവസം പോലും മകളെക്കുറിച്ച് പറയാത്ത ദിവസം കടന്നുപോയിട്ടില്ല എന്ന് അയൽവാസികളും പറയുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകളോട് ഇത്രയേറെ ക്രൂരത കാണിച്ച ഒരു ക്രിമിനലിനോട് എങ്ങനെയാണ് ഒരു പിതാവിന് സഹിക്കാനാകുക? അത് തന്നെയാണ് ശങ്കരനാരായണനിൽ നിന്നും നമ്മൾ കണ്ടത്. പലപ്പോഴും പലരും രക്ഷപ്പെട്ടു പോകുന്നതും നിയമത്തിന് മുന്നിൽ വന്നാൽ പോലും, ഇത്തരം കേസുകളിൽ പലരും നിയമത്തിന് മുന്നിൽ വന്നാൽ പോലും കോടതികളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് ദയനീയമായി കണ്ടു നിൽക്കേണ്ട അവസ്ഥ പലപ്പോഴും പല രക്ഷിതാക്കൾക്കും ഉണ്ടാകാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവരൊക്കെ പിന്നീട് സമൂഹ മധ്യത്തിൽ മാന്യന്മാരായി ജീവിക്കുകയും ചെയ്തു പോരുന്നു. അവിടെയാണ് ശങ്കരനാരായണൻ ഒരു തിരുത്തലായി മാറിയത്. ഇത് ഒരു മാതൃകയാണ് എന്നൊന്നും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. പക്ഷേ ശങ്കരനാരായണൻ ഒരു ധീരനായ പിതാവായിരുന്നു എന്ന് കാലം വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ശങ്കരനാരായണൻ മരണത്തിന് കീഴടങ്ങി എങ്കിലും മലയാള നാടും മലയാളിയും ഭൂമുഖത്ത് നിലനിൽക്കുന്ന കാലത്തോളം സ്നേഹനിധിയായ ആ അച്ഛൻ ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല.